Audible എല്ലാവർക്കും? This call is now being recorded. ഹലോ. സാർ. ഓക്കെ, ഇന്ന് ഈ അവറും ഞാനെയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഡിഫക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത് അല്ലേ? സോ ഡിഫക്ട്സ് ഇൻ കാസ്റ്റിംഗ്സ്. ഇപ്പോൾ നമുക്കറിയാം, under normal conditions, like all other metallurgical products, castings also contain certain imperfections which contribute to a quality variation. Okay, so ഇതിനെ നമ്മൾ ഡിഫക്ട്സ് എന്ന് പറയുന്നത്, or we will call it as flaws. So അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് when they affect the appearance or the satisfactory functioning of the castings. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇൻസ്പെക്ഷൻ ടൈമിൽ അതിലെന്തെങ്കിലും സ്ട്രെസ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കാര്യമായിട്ട് എടുക്കാറുള്ളൂ. സോ ഡിഫക്ട്സ് പറഞ്ഞാൽ നമ്മൾ ജനറലി ഡിഫക്ട്സ്, ദർ ആർ ലോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ്. സോ അത് കുറേ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഷേപ്പിംഗ് ഫോൾട്സ് വിച്ച് arises while pouring the molten materials. Then inclusions and sand defects are there. Then gas defects are there. Then shrinkage defects, contraction defects, dimensional defects, dimensional errors, then compositional errors and segregations. So these are the different classifications or types of defects. അപ്പോൾ നിങ്ങൾ സാധാരണ വെറുതെ ബ്രൗസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഗൂഗിൾ കിട്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ആയിരിക്കും. സിൻസ് സം ടെക്സ്റ്റ് ബുക്സ് വിൽ ഗെറ്റ് ഓൺലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് കൊണ്ട് ഒരുപാട് ഡിഫക്ട്സ് നേരത്തെ എഴുതിയിട്ടുണ്ടാവും. ബട്ട് അതിനൊന്ന് കൂടി ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിലിപ്പോൾ എല്ലാ ഡിഫക്ട്സും നിങ്ങൾക്ക് ഇതിൽ കാണണമെന്നില്ല. ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യുവർ സിലബസ്, ഈ ക്ലാസിഫിക്കേഷനിൽ ഇരുന്ന ഡിഫക്ട്സ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, so also we have discussed in the last class about the difference between the shrinkage defect and the contraction defect. Shrinkage defectum contraction defectum നമ്മുടെ ഡിഫറൻസും കൂടി നമ്മൾ നോക്കിയതാണ്. So first one is shaping faults arising in pouring. That is the first type of defect, shaping fault arising in pouring. അതിൽ വരുന്ന കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മിസ് റൺ ഓർ ഷോർട്ട് റൺ. ഇമ്പോർട്ടൻ്റ് ആണ് മിസ് റൺ ഓർ ഷോർട്ട് റൺ. സോ വാട്ട് ഈസ് മിസ് റൺ ഓർ ഷോർട്ട് റൺ? ദ ഫിഗർ ഈസ് ഗിവൺ ഹിയർ. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ക്രൂ ബേസ് കാണിക്കുന്നുണ്ട് അല്ലേ, അതിലേക്ക് ഇൻഗേറ്റ് ഉണ്ട്, അതിലേക്ക് കാസ്റ്റിംഗ് ക്യാവിറ്റി, ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ഷേപ്പിൽ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് മെറ്റൽ ഫ്ലോ ചെയ്യുന്നത്. ദിസ് ഡിഫക്ട് ഈസ് ഇൻകംപ്ലീറ്റ് ക്യാവിറ്റി ഫില്ലിംഗ്. ഓക്കെ, ഇപ്പോൾ ഡിഫക്റ്റ് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് ക്യാവിറ്റി ഫില്ലിംഗ്. സി, അവിടെ ക്യാവിറ്റിയിൽ കുറച്ച് എംറ്റി സ്പേസ് വന്നല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് വരുന്നില്ല. കാരണം വെച്ചാൽ മെറ്റൽ സപ്ലൈ അഡിക്വേറ്റ് ആയിട്ട് കൊടുത്തിട്ടെങ്കിൽ ഇത് സംഭവിക്കാം അല്ലേ. സോ ഇറ്റ് ഈസ് കോസ്ഡ് മെയിൻലി ബൈ ഇൻഅഡിക്വേറ്റ് മെറ്റൽ സപ്ലൈ or too low mold or melt temperature and too low mold or melt temperature and improperly designed gates. Too low mold temperature ayal, what will happen? The molten metal before reaching into the outer peripheral areas of the casting or the mold cavity, it will start to solidify അല്ലെ. എല്ലാ ഭാഗത്തും അതിന്റെ നോക്ക് ആൻഡ് കോർണേഴ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇറ്റ് വിൽ ബിഗൻ ടു സോൾഡിഫൈ. സോ എന്ത് ചെയ്യും? അവിടെ തന്നെ സോൾഡിഫൈ ചെയ്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങും, അങ്ങോട്ടേക്ക് അത് ഫ്ലോ ചെയ്യൂല. So in such cases cavities will be formed, or if there is no sufficient amount of molten metal, certain cavities will be formed in this ഈ പറയുന്ന ഭാഗത്തുള്ള cavities formation നടക്കും. So such type of defect is called short run or miss run. So it is a shaping fault. അപ്പോൾ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ടാവും, ഷേപ്പ് ശരിയായ ഷേപ്പിൽ നമുക്ക് കിട്ടും അല്ലേ. So it arises due to pouring. Then same due to pouring, another type of defect is cold shots. Okay, cold shots in figure is given here below. Small ball droplets അല്ലെങ്കിൽ pearl shaped cavities ആണ് അവിടെ കാണുന്നത് അല്ലെ. Splattering during pouring of a liquid can cause solid globules to form അല്ലെ. അപ്പോൾ നമ്മൾ pouring is not proper, pouring proper അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? Solid globules formation നടക്കും. So when these globules freeze, they become entrapped in the casting. Castings-നകത്തോ പുറത്തോ ആയിട്ട് ഇത് entrap ചെയ്ത് നിൽക്കും. So they are typically ball, drop or pearl shaped and loosely attached to the metal. അപ്പോൾ ഇങ്ങനെയാണ് കോൾഡ് ഷോട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക്, how can we avoid this cold shot type of defects? One is by modifying pouring procedures. So pouring procedures, we need to modify the pouring procedures, or by adjusting gating system designs. So
So what is the reason for this cold shots? Actually, the main reason for this cold shot is the pouring rate. Okay, pouring rate or pouring speed. അപ്പോൾ നമ്മൾ പോറിംഗ് സ്പീഡ് ഇഫ് യു ആർ നോട്ട് നമ്മളൊരു കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പോറിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് കോൾഡ് ഷോർട്ട്സ് ഡിഫക്റ്റ് വിൽ ഹാപ്പൻ. അതായത് പോറിംഗ് നമ്മൾ സ്പീഡ് കൂട്ടി, പോറിംഗ് റേറ്റ് കുറച്ചു, ടൈം കുറച്ച്, സ്പീഡ് കൂട്ടി. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ടർബുലൻസ് ഇൻ ദ ഫ്ലോ. Okay, so it will create turbulence in the flow. This type of turbulence will cause this type of globules or this type of ball type of drops will be formed, and they will freeze and they will be entrapped in the casting, and they will form the defects as you can see from the figure. Okay, so എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാം? One is by adjusting gating system design. Gating system designs adjust ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ changes in the gating system design can also reduce the gate speed. അല്ലെ, ആ ഗേറ്റിൽ നിന്ന് പോകുന്ന സ്പീഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പോറിംഗ് ബേസിനിലേക്ക് വി ആർ pouring the metal into the pouring basin, but inside flow speed നമുക്ക് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ we have to adjust the gating system design. So by adjusting the gating system design we can reduce the gate speed. That is one method. Then modifying pouring procedures. Pouring procedure നമ്മൾ ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് അത് അതിൻ്റെ ഓപ്പറേറ്ററിൻ്റെ ഈ മോൾഡറെ ബേസ് ചെയ്തിട്ടാണുള്ളത്. സ്കിൽഡ് മോൾഡറെ യൂസ് ചെയ്യുക. So it will minimize the turbulence and we will get the casting free from this type of defect like cold shots. അപ്പോൾ ഇതാണ് another type of cold defect പറയുന്നത്. A third type of shaping fault arising in pouring is cold shuts. നേരത്തെ നോക്കിയത് cold shots ആയിരുന്നു. This one is cold shuts. A cold shut is an interface within a casting that is formed when two metal streams meet without complete fusion. A cold shut is an interface within a casting that is formed when two metal streams meet without complete fusion. The causes are the same as for Misran. Misranil same cause thaneyanu. So what is happening here? See, you can imagine a mold cavity. നമ്മൾ ചെയ്ത ഒരു cubical mold cavity imagine ചെയ്യുക. Actually, when we are doing in our lab, when we are done in our lab, we are using a cube cavity. അല്ലേ, a cubic cavity like we have cutting a gate system using a gate cutter. So we are after that we need to pour the molten metal into that. നമ്മൾ അതിൽ നോക്കിയാൽ നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് മോൾട്ടൺ മെറ്റൽ അല്ല, ഒരു വൺ പാർട്ട് ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഗേറ്റ് നമുക്കറിയാം. അത് പോവുകയാണെങ്കിൽ 4 എഡ്ജസ് ഉണ്ട്. അതിനുള്ള ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ കാസ്റ്റ് ഈസ് poured. Sorry, this molten metal is poured. So if you are using a big cast, ഒരു റെക്ടാങ്കുലർ ഒരു ബ്ലോക്ക് ആണ് നമ്മൾ മോൾഡ് ക്യാവിറ്റി എന്ന് വരിക. സോ വി നീഡ് ടു പോർ ഫ്രം ഡിഫറെന്റ് പാർട്സ് അല്ലേ. 2 സൈഡിൽ നിന്നോ 3 സൈഡിൽ നിന്നോ 4 സൈഡിൽ നിന്നൊക്കെ നമ്മൾ pour ചെയ്യേണ്ടി വരും. സോ ഇഫ് യു ആർ പോറിംഗ് ഫ്രം 2 സൈഡ്സ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ പോറിംഗ് ഫ്രം 2 സൈഡ്സ്, സോ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ റൈറ്റ് സൈഡിൽ നിന്നും pour ചെയ്യുന്നുണ്ട്, ഈ 2 ഏറോ മാർക്ക് കാണിക്കുന്ന 2 സൈഡിൽ ഞാൻ pour ചെയ്യുന്നുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ മോൾട്ടൺ മെറ്റീരിയൽ വിച്ച് ഇസ് poured into the mold cavity, it will flow towards each other and particular point അത് രണ്ടും ഒന്നിച്ച് മുട്ടും അല്ലേ. 2 സ്ട്രീം ഓഫ് ഫ്ലോവും തമ്മിൽ എവിടെയെങ്കിലും ഒന്ന് കൂട്ടിമുട്ടൂല്ലേ. ബട്ട് വൈൽ ഫ്ലോയിങ് വാട്ട് വിൽ ഹാപ്പനിങ് അത് സോൾഡിഫൈ ആവുന്നും കൂടി ഉണ്ട് അല്ലേ. ആക്ച്വലി ഇൻ ദ ഔട്ടർ സർഫസ് ആയിരിക്കും ഇനീഷ്യലി സോൾഡിഫൈ ആവുന്നത്. സോ ദേ ആർ ഓൾസോ സോൾഡിഫൈങ് വൈൽ ഫ്ലോയിങ്. സോ വാട്ട് ഹാപ്പൻ while they are fusing together at certain points, they will cause some misalignment there. That fusion, there will not be complete fusion. അത് രണ്ട് ഈ ലിക്വിഡും 2 മോൾട്ടൺ മെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് സിങ്ക് ചെയ്ത് ഫ്യൂസ് ആവില്ല. ഇൻസ്റ്റെഡ് they will form a layer there. Incomplete fusion will happen there. Okay, so such type of defect is called cold shuts. ഓക്കെ, അപ്പോൾ ദ സെയിം റീസൺ ആസ് ദാറ്റ് ഓഫ് ദ മിശ്രൻ്റെ സെയിം റീസൺ ആണ്. എന്താണ്? സ്പീഡിലുള്ള ചേഞ്ച് കൊണ്ടാണ് അല്ലേ. എന്താ സ്പീഡ് ഈസ് ഡിക്രീസ്ഡ് അല്ലേ. സ്പീഡ് കുറയുമ്പോൾ പോറിംഗ് സ്പീഡിൽ വ്യത്യാസം വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ടൈപ്പ് ഓഫ് കോൾഡ് ഷട്ട്സ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, അതുപോലെ തന്നെ ഇനഡിക്വേറ്റ് മോൾട്ടൺ മെറ്റലും ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റിന് കാരണമാകും. ഓക്കെ, സോ മിശ്രൺ ഈസ് ദർ, മിശ്രൺ ഓർ ഷോർട്ട് റൺ, then cold shots, another type of shaping fault, then cold shuts. മാറിപ്പോകരുത്, cold shots and cold shuts are different. Then second type is a inclusion and sand defect. Inclusion and sand defects. So non-metallic inclusions in casting may be considered in two main groups. So there will be certain non-metallic foreign particles which happen to be in the castings. That is non-metallic inclusions.
There are two main groups in this category. One is indigenous or endogenous inclusions. Indigenous or endogenous inclusion is there, and second one is exogenous inclusions. Two types of inclusions ഉണ്ട്, indigenous and exogenous. Indigenous ന്റെ വേറെ പേരാണ് endogenous inclusions. So these indigenous inclusions are the product of reactions within the melt. So this molten metal ഉള്ളിൽ molten ഈ മെൽറ്റിൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ reactions ഉണ്ടാവും. Very high temperature-ലാണ് certain reactions may happen. If that is an alloy, there are chances of having different reactions. Then it is coming in contact with the mold, also there will be certain type of reactions. And it is coming into the contact with the atmospheric air, that can have different type of reactions. So these type of indigenous or endogenous inclusions are the product of റിയാക്ഷൻ വിത്തിൻ ദ മെൽറ്റ്. അവിടെയുള്ള റിയാക്ഷൻ കാരണം ആണ് ഈ ടൈപ്പ് ഓഫ് ഫോറിൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻസ് ഉണ്ടാവുന്നത്. ദീസ് ആർ റിലേറ്റീവ്ലി സ്മോൾ പാർട്ടിക്കിൾസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ അലോയ് അറ്റ് ദ ടൈം ഓഫ് pouring, or which may be precipitated due to changes in solubility on cooling. They are normally dispersed throughout the casting. സോ ഓൾറെഡി ഈ റിയാക്ഷൻസ് കാരണം ഓൾറെഡി മോൾട്ടൺ മെറ്റീരിയലിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അലോയ്സിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വെരി സ്മോൾ, റിലേറ്റീവ്ലി വെരി സ്മോൾ പാർട്ടിക്കിൾസ്. So this type of particle can seen in they are suspended in the alloy at the time of pouring. Okay. Or it can be precipitated during at the time of cooling due to changes in the solubility. ഓക്കെ, അതിലെ അലോയ്സ് പറയുമ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ സൊല്യൂബിലിറ്റി നമ്മൾ ഓൾറെഡി നോക്കിയാണല്ലോ, സോളിഡ് സൊല്യൂഷൻസ് ഒക്കെ. സോ ആ ഡിഫറെൻറ്റ് സൊല്യൂബിലിറ്റി ഓൾസോ ക്യാൻ ഫോം ദിസ് ടൈപ്പ് ഓഫ് precipitators. So this type of precipitate, they will be dispersed throughout the castings. So that is considered as a type of defect, called indigenous inclusions. Okay. And second one in this inclusion type of non-metallic defect is exogenous inclusions. And this results from entrainment of non-metallic during pouring. അപ്പോൾ non-metallics ഇല്ല പോലത്തെ എക്സ്ട്രാ പാർട്ടിക്കിൾസ്, സം ഫ്ലക്സ് റെസിഡ്യൂസ് അല്ലെങ്കിൽ ചില സ്ലാഗ് പാർട്ടിക്കിൾസ് ഒക്കെ അതിൽ വരുന്ന ഈ പോറിംഗ് ടൈമിൽ അതിൽ വരുന്ന അതിനെയാണ് നമ്മൾ എക്സോജീനിയസ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്. These vary widely in size and type and include draw, slag and fluxes. So exogenous inclusions are somewhat larger when compared to endogenous inclusions. Endogenous inclusions are comparatively very small, and exogenous very widely size and type കുറച്ചും കൂടി വലിയ സൈസിലൊക്കെ ഇത് ഈ exogenous inclusions നമുക്ക് കാണാൻ വേണ്ടി പറ്റും. And they are formed and separated in the melting furnace but carried over with the metal stream. Other sources are refractory fragments from furnace and ladle linings. Even refractory fragments, ഈ പറയുന്ന ഈ ഫർണസ്, we are all melting this molten material in furnaces. Different furnaces are using. So furnaces ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. Different furnaces are using for melting this for forming this molten material, and also certain ladles we are using to carry this molten material. So ഈ പറയുന്ന ഫർണസ് അല്ലെങ്കിൽ ലാഡിൽ ലൈനിങ്സിലൊക്കെ ചില റിഫ്രാക്ടറി ഫ്രാഗ്മെന്റ്സ് ഓൾറെഡി സോളിഡ് ചെയ്ത് അല്ലെങ്കിൽ വേറെ മെറ്റീരിയലിന്റെ ചില ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാം. സോ സച്ച് type of inclusions may entrap into the pouring molten material also. So അതിനാണ് exogenous inclusions പറയുന്നത്. Okay, then there is another group of inclusions, exogenous inclusion, which originates in the mold itself, consisting of molding material dislodged during closing or pouring. ഇപ്പോൾ മോൾഡിങ് മെറ്റീരിയൽ തന്നെ ഡിസ്ലോഡ്ജ് ചെയ്ത് നിൽക്കുന്ന, അതിൻ്റെ ഇടയിലൊക്കെ തങ്ങി നിൽക്കുന്ന ചില ഇൻക്ലൂഷൻസും കൂടി ഈ പറയുന്ന എക്സോജീനിയസ് ഇൻക്ലൂഷൻസിൽ ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് ഇസ് അനദർ കാറ്റഗറി ഓഫ് എക്സോജീനിയസ് ഇൻക്ലൂഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഇൻക്ലൂഷൻസ് പറഞ്ഞാൽ ദേ വിൽ ബി യൂഷ്വലി ട്രാപ്ഡ് ഇൻ സർട്ടൻ ഏരിയാസ്. ചില സ്പെസിഫിക് ഏരിയാസിൽ മാത്രം ട്രാപ്പ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് inclusions ആണ് the exogenous inclusions. For example, exogenous inclusions can be regarded as a specific defects and tend to be concentrated in certain regions of the casting. കാസ്റ്റിംഗിൽ certain regionsൽ മാത്രമാണ് ഇത് കാണുന്നത്. For example, in the upper surfaces and adjacent to the in-gates. അപ്പോൾ ഗേറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ upper surfaces of the casting. These are the two areas where we can find this type of exogenous inclusions. So inclusion defect is another type of cast defects. Two types in the endogenous and indigenous or endogenous and exogenous inclusions. Okay. Then a third type of defect classification is gas defects.
അതിൽ വരുന്നതാണ് ഓപ്പൺ ബ്ലോ ഹോൾസ്, എയർ ഇൻക്ലൂഷൻസ്, പിൻ ഹോൾ, porosity, etc. So what is these gas defects? These defects are caused to a great extent by the lower gas passing tendency of the mold, which may be due to lower venting, lower permeability of the mold, or improper design of the casting. So what is the cause of this gas defect? This gas defect is due to the these defects are caused due to the gas which are entrapped in the mold cavity. So mold cavity already gases entrap ചെയ്തിട്ടുണ്ടാവും അല്ലേ? So we know that we used to give certain vent holes for this, for the releasing these type of gases through the vent holes. Also, sufficient porous materials are used for the releasing. Porous molding sands are used for the release of this type of gases. Okay. So the reason for the gas defects are lower gas passing tendency of the mold. മോൾഡിന്റെ ഗ്യാസ് പാസിംഗ് ടെൻഡൻസി കുറവാണ്. അത് എല്ലാ ഗ്യാസിനും അത് പാസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിന് കുറവാണെങ്കിൽ ഗ്യാസ് ഡിഫക്ട്സ് ഉണ്ടാവാം. Another one is a lower porosity. Lower porosity ആകുമ്പോൾ definitely there will be gas defects. Gas entraps will be there. And improper designing of the cast also is a reason for this type of gas defects. So what is actually happening here? The gas result from entrapment of air during pouring, from evolution on contact between liquid metal and molding material, or may be precipitated during solidification as a result either of chemical reaction or of a change in solubility with the temperature. So this type of gases will be, or the air will be entrapped while pouring, and due to a lower permeability or lower gas passing tendency of the mold, or due to improper design of the casting, the gases will be entrapped inside and it will create certain defects in the cast. Okay, it can be due to a change in solubility with the temperature, or maybe due to a certain chemical reaction with the casting material and with the gases in that gas entrapped there. അപ്പോൾ അങ്ങനെയുള്ള ചില കേസിൽ നമുക്ക് ഈ പറയുന്ന ഗ്യാസ് ഡിഫക്ട്സ് ഉണ്ടാവാം. ദ ഫസ്റ്റ് ആൻഡ് കോമൺ വൺ ഈസ് ഓപ്പൺ ബ്ലോസ് ഓർ ബ്ലോ ഹോൾസ്. ബ്ലോ ഹോൾസ് ആണ് സാധാരണയായിട്ട് കാണുന്ന ഒരു ഡിഫക്റ്റ്. And these are caused by the moisture. These are caused by the moisture left in the mold and the core. So usually the core മെറ്റീരിയലും അതുപോലെ തന്നെ മോൾഡിംഗ് മെറ്റീരിയലും എൻട്രാപ്പ് ചെയ്ത മോയ്സ്ചർ ആണ് ഇതിനുള്ളൊരു കാരണം. These are caused by the moisture left in the mold and the core. So they appears as cavities in a casting. They appears as cavities in a casting. അപ്പോൾ ഇതുപോലെ താഴത്തെ ഫിഗറിൽ കാണിക്കുന്ന പോലെ certain cavities will be formed inside the cast. Okay. So there are two types, open blows and blowholes are there. So what is the difference between these open blows and blowholes? So when they are visible on the upper surface of the casting, they are called open blows. Open to the outer surface. When they are visible on the upper surface of the casting, they are called as open blows. So when they are concealed in casting and are not visible from outside, they are known as blowholes. When they are concealed in casting and are not visible from outside, they are known as blowholes. Then another type of gas defect is air inclusions. So air inclusions, the atmospheric and other gases absorbed by the molten metal in the furnace or in the ladle and during the flow in mold, when not allowed to escape, would be trapped inside the casting and weaken it. So this is another type of inclusions. അപ്പോൾ atmospheric gases ആണ് include ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഓൾറെഡി വരുന്നത്? ഓൾറെഡി മോൾട്ടൺ മെറ്റൽ, ഫർണസിലെ മോൾട്ടൺ മെറ്റലിൽ അല്ലെങ്കിൽ ലാഡിൽ ഏതെങ്കിലും രീതിയിൽ വരുന്ന ഈ പറയുന്ന എയർ ഇൻക്ലൂഷൻസ് ഓർ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ ഇൻക്ലൂഷൻസ്, ആ ഇൻക്ലൂഷൻസ് എന്ത് സംഭവിക്കും? അതിൽ തന്നെ തങ്ങി നിൽക്കും. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു എസ്കേപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ട്രാപ്ഡ് ഇൻസൈഡ് ദ കാസ്റ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ വീക്കൻ ദ കാസ്റ്റിംഗ്. നമുക്കറിയാം ഇൻസൈഡിൽ ഇതുപോലെ ഇൻക്ലൂഷൻസ് വന്നാൽ അത് അതിനെ വീക്കൻ ചെയ്യും അല്ലേ? സോ എയർ ഇൻക്ലൂഷൻസ് കാരണമുള്ള ഡിഫക്ട്സിൻ്റെ ഒരു ഇമേജാണ് താഴെ കാണിക്കുന്നത്. So pinhole porosity is another type of gas defect. It's same like air inclusions only. Pinhole porosity, they are very smaller. So usually these type of small holes are seen in the upper part of the casting. And one reason for the formation of pinhole is which is caused by the hydrogen in the molten metal. Molten metal hydrogen ആണ് ഈ ഒരു ഇതിന് കാരണം, ഈ ഒരു pinhole porosity കാരണം.
ഓക്കെ. ആൻഡ് ഹൈഡ്രജൻ വരാനുള്ള കാരണം എന്താണ്? വാട്ടർ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് O2 ആൻഡ് H2 ആയി മാറും. ദാറ്റ് ഹൈഡ്രജൻ ഈസ് ദ മെയിൻ cause for this type of pinhole porosity. The second figure is pinhole is shown in the second figure. Small holes on the pinhole. Air inclusions also like pinhole only, but it will be somewhat larger and compared to pinholes. Pinholes are smaller holes. So these are the different gas defects. One is open blows, then blowholes. Random similar on the same reasons on open blows and blowholes. Then air inclusions, then pinhole porosity. These are the different gas defects. Next one is shrinkage defect. This shrinkage, these all metals will shrink when they cools, or they used to contract or shrink while they solidifies. So shrinkage defect arise from failure to compensate for liquid and solidification contraction. So their occurrence is usually a symptom of inadequate gating and risering techniques. So we know that we have already learned that we are using. We have learned about the gating system. We have learned about the different design of the risering in order to have proper in order to compensate for the shrinkage, to compensate for the material loss due to shrinkage. അതൊക്കെ നമ്മൾ നോക്കിയതാണല്ലേ, എങ്ങനെ റൈസറിങ് സിസ്റ്റം ഡിസൈൻ ചെയ്യണം, ഈ shrinkage നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിലൊക്കെ നോക്കിയതാണ്. സോ shrinkage defect, usually shrinkage defect നമ്മൾ പറയുന്നത് ഈ മോൾട്ടൺ മെറ്റീരിയൽ അതിൻ്റെ സോളിഡിലേക്ക് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ് shrinkage defects. Okay, so there are different types, 2-3 types of shrinkage defects. First one is open shrinkage defect. Open shrinkage shows up on the surface of a cast product either as a dip or as a caved surface. ഡിപ്പ് അല്ലെങ്കിൽ ഒരു കേവ്ഡ് സർഫസ്, കേവ് എന്ന് പറഞ്ഞൊരു ഗുഹ എന്നാണ് അർത്ഥമല്ല, ഒരു കേവ്ഡ് സർഫസ് പോലെയുള്ള ഒരു കുഴി പോലെയാണ് നമുക്ക് അവിടെ കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഹോൾ, പിൻ ഹോൾ ഒന്നുമല്ല, ഒരു ഡിപ്പാണ്. ഇറ്റ് ലൈക്ക് എ കേവ്ഡ് സർഫസ്. അതർവൈസ് ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ ഹോൾ. അപ്പോൾ ഒരു ലെങ്തി ഹോൾ ഇൻവേർഡ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ പൈപ്പ് ഡിഫക്റ്റ്. ഓക്കെ, അപ്പം സാധാരണ പോലത്തെ ഒരു ഹോളോ പിൻ ഹോളോ അല്ല, ഇത് എന്താണ് ഒരു ത്രൂ ഹോളാണ്, ഒരു ത്രൂ ഹോൾ, ഒരു ബ്ലൈൻഡ് ഹോളാണ്. ഇറ്റ് ഈസ് നോൺ ആസ് പൈപ്പ്, ഓർ ഇറ്റ് ക്യാൻ ബി എ ഡിപ്പ് വിച്ച് ഈസ് കോൾഡ് ആസ് എ കേവ്ഡ് സർഫസ്. അപ്പോൾ ഓപ്പൺ shrinkage defect രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, കേവ്ഡ് സർഫസ് ആൻഡ് പൈപ്പ്. സോ ദിസ് ഈസ് ഹാപ്പനിങ് വെൻ മെറ്റൽ shrinks അല്ലേ. So it is happening because when the metal shrinks unevenly, it draws air inside the mold in that area to create these type of defects. So when the metal shrinks unevenly, it will draw air inside the mold and which will form this type of defects, caved surface and pipe defects. Okay, അപ്പോൾ ഇതിൽ പൈപ്പ് ഡിഫക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. യു ക്യാൻ സീ ഫ്രം ദി ഇമേജ് ദാറ്റ് പൈപ്പ് ഡിഫക്ട്, ഇറ്റ് ഈസ് എ മാക്രോ shrinkage നമുക്ക് പറയാം. മൈക്രോ പോറോസിറ്റി ഈസ് ഷോൺ ഹിയർ, ദാറ്റ് ഈസ് മൈക്രോ shrinkage എന്ന് പറയാം. സെൻട്രൽ ലൈൻ shrinkages ഉണ്ട്, സർഫസ് സിങ്ക്സ് ഉണ്ട്, സർഫസ് പങ്ക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഈ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് വരുന്നതാണ്. സെക്കൻഡ് വൺ ക്ലോസ്ഡ് shrinkage ഡിഫക്ട്. ഇപ്പോൾ ഓപ്പൺ shrinkage ഡിഫക്റ്റ് ആണ് കേവ്ഡ് സർഫസ് ആൻഡ് പൈപ്പ്. സെക്കൻഡ് വൺ ഈസ് ക്ലോസ്ഡ് shrinkage ഡിഫക്ട്. Closed shrinkage appears in the form of holes inside of a casting. So open shrinkage defects are outside of a casting, but closed shrinkage defects are seen inside a casting. Generally, where a part of the liquid metal was hotter than the rest of the material. Okay, so this defect happens when a part liquid metals in the രണ്ട് പാർട്ടും രണ്ട് ടെമ്പറേച്ചറിലാകുമ്പോഴാണ് ഈ പറയുന്ന ഡിഫക്ട്സ് ഉണ്ടാകുന്നത് അല്ലേ. When a part of the liquid metal was hotter than the rest of the material. So it can appear in macro or micro form. രണ്ട് ഫോമിൽ അത് appear ചെയ്യാൻ വേണ്ടി പറ്റും. So micro shrinkages are also called shrinkage porosity. അപ്പോൾ അതിനെയാണ് shrinkage porosity എന്ന് പറയുന്നത്. മൈക്രോ shrinkagesന് shrinkage porosities എന്ന് പറയും. സാധാരണയായിട്ട് എന്താണ്, they are in the form of a line. Jagged marks or lines ഫോംസിലാണ് ഇതിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. There are certain others which are holes which looks angular, can be seen with the microscope. അപ്പോൾ shrinkage porosity പറയുന്നത് ജാഗേർഡ് സർഫേഴ്സ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് അവർ ഐ, it can be seen with the naked eye, but certain other type of porosity is there. It will have an angular look, angular markings, and it can be seen only with a microscope. So open shrinkage defect is there, closed shrinkage defect is there. Then another one is there, that is sink and surface punctures. Sinks അതുപോലെ തന്നെ വേറെ ഒന്നാണ് സർഫസ് പങ്ക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പങ്ക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പങ്ക്ചറിന്റെ യൂഷ്വൽ വേർഡ് മീനിങ് തന്നെയാണ്. ഇപ്പോൾ സർഫസ് ഷ്രിങ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് അത് ഷ്രിങ്ക് ചെയ്തു, അവിടെ ഒരു ഡിപ്പ് വന്നു അല്ലേ, ജസ്റ്റ് ആയിട്ട് ഒന്നൊന്ന് വലിഞ്ഞു അല്ലേ, ഒരു കോൺകേവ് സർഫസ്, സോറി അതെ കോൺകേവ് ടൈപ്പ് സർഫസ് അവിടെ വന്നിട്ടുണ്ട്. സോ സിങ്ക്സ് ആൻഡ് സർഫസ് പങ്ക്ചേഴ്സ്.
The solidified skins deform under atmospheric pressure due to the occurrence of low pressure condition within the castings. സോ നമുക്കറിയാം ഈ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ കാസ്റ്റിങ്ങിൻ്റെ സർഫസിൽ പ്രഷർ അല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓൾറെഡി ഇൻസൈഡിൽ ഒരു പ്രഷർ ഉണ്ടാവും. സോ ഈ കൃത്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് മോൾഡിൻ്റെ അകത്തേക്ക് വരാത്തത് കൊണ്ടാണ് പിന്നീട് കാസ്റ്റ് ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഈ ടൈപ്പ് സർഫസ് സിങ്ക്സ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. ദിസ് ഡിഫക്ട് ക്യാൻ ബി അവോയ്ഡഡ് ബൈ എൻഷുറിങ് ആക്സസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ദ ലിക്വിഡ് മെറ്റൽ ഇൻ ദ ഫീഡർ ഹെഡ്. ഇപ്പോൾ ഫീഡർ ഹെഡിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഹെഡ് ക്ലോസ് ചെയ്യരുത്. അതിൽ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് കൂടി അതിന് കിട്ടാൻ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആകുമ്പോൾ എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിലേക്ക് കിട്ടുന്നില്ല. സോ it can be avoided by ensuring access to atmospheric pressure to the liquid metal in the feeder head. So this type of sink defects can be, or this type of punctures can be avoided. Okay. A sink defect in വേറൊരു ഫോം സർഫസ് പങ്ക്ചേഴ്സ്. സർഫസിലുള്ള ഇതുപോലത്തെ അൺഈവൻ സർഫസസ് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് സർഫസ് പങ്ക്ചേഴ്സ്, ഓൾസോ ഡ്യൂ ടു ദിസ് വേരിയേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Then another type is the contraction defect. ഓൾറെഡി പറഞ്ഞു ഷ്രിങ്കേജ് ഡിഫക്റ്റും കോൺട്രാക്ഷൻ ഡിഫക്റ്റും ഡിഫറെൻ്റ് ആണ്. ഷ്രിങ്കേജ് ഡിഫക്ട്സ് ആർ ഡ്യൂ ടു വോളിയം കോൺട്രാക്ഷൻ ഇൻ ദി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ. ആ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷ്രിങ്കേജ് ഡിഫക്ട്സ് ആർ ഡ്യൂ ടു, തൊട്ട് മുമ്പ് പഠിച്ച ഷ്രിങ്കേജ് ഡിഫക്റ്റ്, ദേ ആർ ഡ്യൂ ടു വോളിയം കോൺട്രാക്ഷൻ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ. ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജ്, സോളിഡിഫിക്കേഷൻ ടൈമിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജ്, അതിനെ റിലേറ്റ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് ഷ്രിങ്കേജ് ഡിഫക്ട്സ്. But this contraction defect is different. Contraction defects are occurring mainly or wholly after solidification. Complete അത് solidify ചെയ്തതിന് ശേഷം, that means completely after solidification means after the completely converting into solid state. But note the point that even after the solid state metal will shrink or metal will contract. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 degree Celsius ആണ് മെൽറ്റിംഗ് പോയിന്റ് എങ്കിൽ even after whenever we are cooling from 1500 to 1000 it will shrink. Even after completely converting into a solid form at 1000 degree Celsius, again if you are cooling it to the room temperature, it will again shrink. So രണ്ട് പാർട്ടായിട്ട് ഷ്രിങ്കിങ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അല്ലേ, ഒന്ന് ലിക്വിഡ് അതിൻ്റെ സ്റ്റേറ്റിലും ഒന്ന് അതിൻ്റെ ആഫ്റ്റർ അതിൻ്റെ സോളിഡിഫിക്കേഷൻ ശേഷവും ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഡിഫക്ട് ഹാപ്പനിങ് ഇൻ ബോത്ത് ഫേസസ് വിൽ ബി ഡിഫറെൻറ്റ്. സോ കോൺട്രാക്ഷൻ ഡിഫക്ട്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഇസ് ഹോട്ട് ടിയേഴ്സ്. സോ ഹോട്ട് ടിയേഴ്സ് ആർ ദേ ആർ ക്രാക്സ്, ഹോട്ട് ക്രാക്സ്. ഫിഗറിൽ കാണിക്കുന്ന ഒരു ഹോട്ട് ടിയർ ഇതിലുണ്ടാകുന്ന ക്രാക്സ് ആയിരിക്കും. So hot tears are also known as hot cracks. Show up when the cooling metal contracts. It will come into play when the cooling metal contracts. In this state, when the metal is still weak, residual stresses in the metal or poor mold design can cause the metal to pull apart, resulting branching irregular cracks. Sometimes these are difficult to see with the naked eye. Usually microscopic ആയിട്ട് മാത്രമേ നമുക്ക് ഈ ക്രാക്സ് നമുക്ക് ഇത് വിസിബിൾ ആയിട്ട് വരത്തുള്ളൂ, naked eyes കൊണ്ട് കാണാൻ വേണ്ടി പറ്റൂല അല്ലേ. So these type of cracks can happen during the contraction time or during the shrinkage time. അല്ലേ, സോളിഡിൻ്റെ shrinkage നടക്കുമ്പോൾ ക്രാക്സ് വരാം. ദാറ്റ് ഈസ് കോൾഡ് ഹോട്ട് ടിയേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഹോട്ട് സ്പോട്ട്. അപ്പോൾ ഹോട്ട് ടിയേഴ്സ് അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ക്രാക്ക് ആണെങ്കിൽ, ഹോട്ട് ടിയേഴ്സ് ഇൻസൈഡ് ആയിട്ട് വരുന്ന ഇതുപോലത്തെ ക്യാവിറ്റീസിനെയാണ് ഹോട്ട് സ്പോട്ട്സ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ഹാർഡ് സ്പോട്ട്സ്. ദിസ് ഡിഫക്റ്റ് ഒക്കർ when certain part of a casting cool off faster than areas around them, creating harder part of the casting. Okay, ചില പാർട്ട് പെട്ടെന്ന് കൂൾ ചെയ്യും, ചില പാർട്ട് പതുക്കെയായിരിക്കും കൂൾ ചെയ്യുന്നത്. അത്തരത്തിൽ സമയത്തും ഇന്റേണലായിട്ട് വരുന്ന ഇതുപോലത്തെ സ്പോട്സ് അല്ലെങ്കിൽ ക്രാക്സിനെയാണ് നമ്മൾ ഹോട്ട് സ്പോട്സ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഹാർഡ് സ്പോട്സ്. ദെൻ another one is the dimensional errors. നമുക്കറിയാം നമ്മളെ dimensions is very important in terms of casting അല്ലേ. In order to compensate for the dimensional changes, because of we have given certain allowances, നമുക്കറിയാം ഡയമെൻഷണൽ ചേഞ്ചസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് അലവൻസസ് കൊടുക്കുന്നുണ്ടല്ലേ. So in order to remove the metal by machining, we are giving machining allowances. In order to compensate for shrinkage, we are giving shrinkage allowances. In order to avoid problems in drafting, we are giving draft allowances അല്ലേ. shake allowances are there, distortion allowances are there. ഇതുപോലത്തെ ഒരുപാട് അലവൻസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ബിക്കോസ് we need to avoid the dimensional errors. Finally, we have to machine this cast into a final product with high dimensional accuracy അല്ലേ. അപ്പോൾ ഡയമെൻഷണൽ എറേഴ്സിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. സോ ദീസ് ആർ ഓൾ dimensional faults. So most dimensional faults originate during mold production or in casting. അപ്പോൾ മോൾഡ് പ്രൊഡക്ഷൻ സമയത്താണ് ഇതുപോലത്തെ ഡയമെൻഷൻ എറേഴ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ടൈമിലാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് അലൈൻമെൻറ്റ് ഫോൾട്ട്സ് ബിക്കോസ് ഓഫ് ദി ഇംപ്രോപ്പർ അലൈൻമെൻറ്റ് ഓഫ് ദി മോൾഡ്. So how we are aligning the mold? So mold making procedure, we all know the mold making procedure. There are two flasks, mold flasks are there, cope and drag is there, so they are aligned together. Core is, we are using core, core നമ്മൾ ചാപ്ലറ്റ്സ് യൂസ് ചെയ്യും, കോർ പ്രിൻസ് യൂസ് ചെയ്യും. സോ ഇതിൽ വരുന്ന മിസ്അലൈൻമെൻറ്റ്, ഇതിൽ വരുന്ന ചെറിയ അലൈൻമെൻറ്റ് ഡിഫറൻസ് ക്യാൻ കോസ് ഡയമെൻഷണൽ എറേഴ്സ്, ക്യാൻ കോസ് സിവിയർ ഡയമെൻഷണൽ എറേഴ്സ്. അപ്പോൾ അലൈൻമെൻറ്റ് ഫോൾട്ട് ഈസ് വൺ ടൈപ്പ് ഓഫ് സച്ച് ഫോൾട്ട് അല്ലേ. നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റ് നടത്തണം അല്ലേ. ഹൈ സ്റ്റാൻഡേർഡ് അല്ലേ അലൈൻമെൻറ്റ് ഫോൾട്ട്സ് appears because of misalignment of mold parts and cores. A high standard of both maintenance is a major factor in eliminating dimensional errors. Both should be checked at regular intervals for pin center dimensions and for pin and pinhole clearances. നമുക്കറിയാം ഈ മോൾഡിംഗ് ഫ്ലാസ്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അലൈൻമെൻ്റ് ആയിട്ട് വെക്കുന്നത് രണ്ട് പിൻസ് വെച്ചിട്ടാണല്ലോ. നമ്മൾ ചെയ്തതിൽ രണ്ട് പിൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പിൻസ് വെച്ചിട്ടാണ് ഈ പറയുന്ന പാർട്സ് ഒക്കെ അസംബിൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിലുള്ള മിസ്അലൈൻമെൻറ്റ്സ് ആ പിൻസ് റെഗുലർലി ചെക്ക് ചെയ്യണം, റെഗുലർലി അത് നമ്മൾ മാറ്റണം, റെഗുലർ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എറർ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ശരിയല്ലേ. സോ ഡിഫക്ട് ഫ്രം മിസ്പ്ലേസ്ഡ് ഓർ ഇൽ ഫിറ്റിംഗ് കോർസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അറ്റൻഷൻ ടു കോർ പ്രിന്റ് ഡിസൈൻ ആൻഡ് ക്ലിയറൻസസ്. അഗെയിൻ കോർ നിൽക്കുന്ന സ്ഥലമാണ് കോർ പ്രിന്റ്. കോർ പ്രിന്റ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് വിജിലൻ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ ഡിസൈൻ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദ ഫൈനൽ കാസ്റ്റ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലൈൻമെൻറ്റ് ഫോൾട്ട്സ്. So misalignment of mold parts and cores, that's the main reason alignment faults in there. Another one is mold distortion. Distortion of the mold is another type. So at the molding stage, the mold cavity can be enlarged by excessive wrapping in pattern withdrawal. നമ്മൾ മോൾഡ് നമുക്കറിയാം, അത് റാപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ മോൾഡ് ക്രിയേഷൻ്റെ സമയത്ത്. ലോ ഗ്രീൻ സ്ട്രെങ്ത് ആൻഡ് സോഫ്റ്റ് റാമിംഗ് ക്യാൻ പ്രൊഡ്യൂസ് സാഗിങ്. ഇപ്പോൾ റാമിംഗ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ സാഗ് ചെയ്യും അത്. ലാക്ക് ഓഫ് റിജിഡിറ്റി ഇൻ ദ അസംബിൾഡ് മോൾഡ്, whether as insecure cores, an inadequate reinforced cope, or badly rammed mold parts, allows movement through pressure and buoyancy force on casting. Core shifts, swelling and growth across the joint line results from these faults. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റാമിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഓൾറെഡി ക്യൂബിക്കൽ മോൾഡ് ക്യാവിറ്റിയാണ് ഉണ്ടാക്കിയതല്ലേ, യൂസിങ് എ ക്യൂബിക്കൽ പാറ്റേൺ. So what we are doing, we are placing the pattern first there, then you are filling it with the mold sand, then you are ramming it അല്ലേ. You are pressing and ramming it, completely fill ചെയ്യും, എല്ലായിടത്തും കൃത്യമായിട്ട് fill ചെയ്യും, ശരിയല്ലേ. But you think if you are not ramming it properly, you will get the similar cavity there. So what happens? So if you are pouring the molten metal into this cavity, what will happen? Sometimes the pressure of the pouring may push the outer surfaces of the this molten outer walls, it may push outer walls, mold cavity in outer walls push ചെയ്തിട്ട് അവിടെ bulgings ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, or sometimes it can cause certain erosions. So these all are called mold distortions. അപ്പോൾ improper mold making procedure follow ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് mold distortions and all. And also this will change the dimension of the final cast, or it will create dimensional errors. അപ്പോൾ ഇതൊക്കെ another type of dimensional errors ആണ്. One is alignment fault, second one is mold distortions. Then another type of defect is compositional errors and segregation. So compositional errors and segregation, എന്താണ് compositional errors പറഞ്ഞാൽ composition defects. So molten material എന്ന് പറഞ്ഞാൽ അതൊരു particular compositional ഒരു മെറ്റീരിയൽ ആണല്ലേ, usually alloys we are using. So there will be different elements in that. Okay, so whenever we are melting into we are heating into a very above the melting point, it will dissociate and again it will form the new salt solution. Okay, so ആ compositional errors കാരണം വരുന്ന ചില ഡിഫക്ട്സ്, അല്ലെങ്കിൽ there may be having certain solute atoms, ഇതിൽ certain solute atoms dissociate ചെയ്തിട്ട് അതിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തങ്ങി നിൽക്കാം. So there can have certain segregations. Okay, that is another type of error. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് എറേഴ്സിനെയാണ് കോമ്പോസിഷണൽ എറേഴ്സ് ആൻഡ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. The term is used to describe compositional differences arising during solidification and persisting in some cases as a permanent feature of the cast structure. അപ്പോൾ കാസ്റ്റ് സ്ട്രക്ചറിൻ്റെ ഒരു പെർമനന്റ് ഡിഫക്റ്റ് ആയിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും. The main causes for variation in composition from desired ones are melting losses, incorrect furnace charge. അപ്പോൾ ഫർണസിലും അത് മെൽറ്റിങ്ങിൻ്റെ സമയത്തുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഫർണസിലേക്ക് ഇൻകറക്റ്റ് റോ മെറ്റീരിയൽസ് കൊടുക്കാത്തതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അതുകൊണ്ടാണ് കോമ്പോസിഷനിൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. കെയർഫുൾ മെൽറ്റിംഗ് പ്രാക്ടീസ് ഈസ് എസെൻഷ്യൽ ടു അവോയ്ഡ് കോമ്പോസിഷണൽ എറേഴ്സ്. ഓക്കെ, careful melting practices are essential to avoid compositional errors.
സെഗ്രിഗേഷൻ അനദർ ടൈപ്പ് ആണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ ടൈപ്പ് ഓഫ് സെഗ്രിഗേഷൻ കാരണമാകുന്നത്. ദർ ആർ 2 types of segregation. Like compositional difference may be on a microscopic scale or it can be on a macroscopic scale. Microscopic scale ആണെങ്കിൽ extending over dimensions of the order of a single grain. ഓരോ ഗ്രെയിൻസ് ഇല്ല സെഗ്രിഗേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സോൺ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് മാക്രോ സെഗ്രിഗേഷൻ. So this type of segregation എന്തായാലും ഉണ്ടാവും. They are unavoided in cast alloys. Both macro segregation or micro segregation both are unavoided. Okay, that's another type of error അല്ലെങ്കിൽ ഡിഫക്റ്റ്. അത് another type of defect നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും പാട്ടാണ് ഇന്നത്തേക്ക് കവർ ചെയ്യുന്നുള്ളത്. റിമൈനിങ് പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.